കർത്താവിലേറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സകലർക്കും ഈ ക്രിസ്മസിൻ്റെ എല്ലാവിധ മംഗള ആശംസകൾ നേർന്നുകൊള്ളുന്നു. നമ്മുടെ കർത്താവിൻ്റെ തിരുപ്പിറവി തിരുനാൾ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും വലിയ സന്തോഷവും സമാധാനവും പ്രത്യാശയും നൽകുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദിവസം നമ്മൾ ധ്യാനിക്കുക വളരെ പ്രധാനപ്പെട്ട തിരുവചന ഭാഗമാണ്. ലൂക്കാ സുവിശേഷം 2:8-14 വരെയുള്ള വചനം. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ വാർത്ത, സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം: പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ വലിയ രഹസ്യമാണ് നമ്മൾ ധ്യാനിക്കുക. വചനം മാംസമായി തീർന്ന സംഭവം, ദൈവപുത്രനായ ഈശോ മിശിഹ മനുഷ്യനായി അവതരിച്ച സംഭവം. യോഹന്നാൻ സുവിശേഷം 1:14-15 പറയുന്ന വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പം ഈ വലിയ സംഭവമാണ് നമ്മൾ ധ്യാനിക്കുക. നമുക്കറിയാം, ശരിക്കും ഈ ദൈവം മനുഷ്യനായിട്ട് അവതരിക്കുന്നതിൻ്റെ സംഭവത്തിൽ വലിയൊരു ആനന്ദമാണ്, വലിയൊരു പ്രതീക്ഷയാണ് നൽകിയത്. ആദ്യ മനുഷ്യൻ ആദം ഹവ്വ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നേക്കുമായിട്ട് മനുഷ്യവംശത്തിന് പറുദീസ നഷ്ടപ്പെട്ടു പോയി. അന്ന് മുതൽ മനുഷ്യവംശത്തിന് അവർക്ക് ആ ദൈവത്തെ അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയി. ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോയി. നൂറ്റാണ്ടുകൾ അവർ കാത്തിരിക്കുന്നത് ഒരു രക്ഷകന് വേണ്ടിയാണ്. അവർക്ക് രക്ഷ കിട്ടണം, സാൽവേഷൻ, റിഡംഷൻ സംഭവിക്കണം. രക്ഷ അല്ലെങ്കിൽ സാൽവേഷൻ വെച്ചാൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയ ആ പറുദീസ അത് തിരികെ ലഭിക്കണം. അതാണ് അവരുടെ ആഗ്രഹവും പ്രാർത്ഥനയും. അതാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 23-24 വചനത്തിൽ കർത്താവ് അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി മണ്ണിൽ നിന്നെടുത്ത മനുഷ്യനെ മണ്ണിനോട് മല്ലിടാൻ വിട്ടു. മനുഷ്യനെ പുറത്താക്കിയ ശേഷം ജീവന്റെ വൃക്ഷത്തിങ്കിലേക്കുള്ള വഴി കാക്കാൻ ഏദൻ തോട്ടത്തിൻ്റെ കിഴക്ക് അവിടുന്ന് കെരൂബുകളെ കാവൽ നിർത്തി. എല്ലാ വശത്തേക്കും കറങ്ങുന്നതും തീ ജ്വലിക്കുന്നതുമായൊരു വാളും അവിടെ സ്ഥാപിച്ചു. അതായത് വചനം ഇതാണ്: മനുഷ്യന് ദൈവത്തിൻ്റെ അല്ലെ പറുദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. പണ്ട് മുതൽ മനുഷ്യൻ്റെ ഇടയിൽ അവന് പ്രയാസങ്ങളും പ്രശ്നങ്ങളുമാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 3-ാം അധ്യായം ഈ സംഭവം കഴിയുന്ന ഉടനെ കണ്ടുമുട്ടുന്നത് ആബേലും കായേനും തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. കായേന്റെ സഹോദരനായ ആബേലിനെ വധിക്കുന്ന സംഭവമുണ്ട്. മനുഷ്യരാശിയിലേക്ക് തിന്മ വന്നു കയറുകയാണ്. സമാധാനം നഷ്ടപ്പെടും. കാരണം അവർക്ക് നഷ്ടപ്പെട്ടു ദൈവത്തെ, പറുദീസ അനുഭവം നഷ്ടപ്പെട്ടു, ദൈവ സാന്നിധ്യ അനുഭവം നഷ്ടപ്പെട്ടു, ദൈവബന്ധം മുറിഞ്ഞു പോയി. പിന്നെ ഇവർ ദുഃഖത്തിൻ്റെ നാളുകളാണ്. ശരി, ഇസ്രായേൽ ചില സമയത്ത് പ്രാർത്ഥിക്കുന്നത് ഈ സങ്കീർത്തനം 22:1 പറയുമ്പോൾ, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ കൈവെടിഞ്ഞു എന്ന് പറയുമ്പോൾ, ചിലപ്പോഴൊക്കെ ഇസ്രായേൽ ജനത്തിന് സഹനങ്ങളും വേദനകളും വരുമ്പോൾ അവരവരുടെ സ്രഷ്ടാവിനെ വിളിച്ച് കരയുന്നത് കാണാൻ പറ്റും. ഒരു പ്രതീക്ഷ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷെ ആ നാളുകൾ ദൈവം പ്രവാചകന്മാരിലൂടെ ഒരു പ്രതീക്ഷ കൊടുക്കുന്നുണ്ട്, എപ്പോഴും പ്രത്യാശ കൊടുക്കും. ആ പ്രത്യാശ മറ്റൊന്നുമല്ല, ഒരു രക്ഷകൻ വരും, ഒരു കർത്താവ് വരും, നിങ്ങൾ വീണ്ടെടുക്കും. ഈ തിന്മയുടെ അടിമത്വത്തിൽ നിന്ന്, ദുഷ്ടാരൂപിയുടെ പിടിയിൽ നിന്ന് നിങ്ങൾ പുറത്തു കൊണ്ടുവരും. നിങ്ങളുടെ സഹനങ്ങൾ മാറും. ഒരു പുതിയൊരാകാശം, പുതിയ ഭൂമി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എപ്പോഴും ഒരു വാഗ്ദാനം നൽകുന്ന ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും. മോശയോട് പറയുന്ന പോലെ ഇസ്രായേൽ ജനത്തോട് പറയുക, അതായത് തേനും പാലും ഒഴുകുന്നൊരു കാനാൻ ദേശം നിങ്ങൾക്ക് തരും. വീണ്ടും നിങ്ങൾക്ക് ദൈവത്തോട് കൂടെ ആയിരിക്കും. അത് സംഭവിക്കണമെങ്കിൽ ഒരു രക്ഷകൻ വരണം. മനുഷ്യകുലം ചെയ്തു പോയ പാപത്തിന് പരിഹാര ബലിയർപ്പിച്ചുകൊണ്ടുള്ള ഒരു രക്ഷകൻ വരണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 49-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള വചനം വായിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ
ദുഃഖത്തിന്, കണ്ണുനീരിന്, അല്ലെങ്കിൽ ദൈവത്തെ നഷ്ടപ്പെട്ടതിൻ്റെ, അല്ലെങ്കിൽ ചിലപ്പോൾ ദൈവ സാന്നിധ്യ അനുഭവം കിട്ടാത്തതിൻ്റെ സങ്കടങ്ങൾ അവർ വിവരിക്കുമ്പോൾ ദൈവം അവർക്ക് കൊടുക്കുന്നതിന് മറുപടിയുണ്ട്. യെശയ്യാ 49:14-15 വചനമാണ്. എന്നാൽ സിയോൻ പറഞ്ഞു, കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. ഉടനെ ദൈവം മറുപടി കൊടുക്കും, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവോ? പുത്രനോട് പറ്റുമ്പോൾ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട്. വീണ്ടും വചനം പറയുന്നുണ്ട്, യെശയ്യാ 49:21. അപ്പോൾ നീ ഹൃദയത്തിൽ പറയും, വന്ധിയും പുത്രഹീനയും പ്രവാസിനിയും പരിത്യക്തിയുമായിരുന്ന എനിക്ക് ഇവരെങ്ങനെ ജനിച്ചു? ആരിവരെ വളർത്തി? ഞാൻ ഏകാഗിയായിരുന്നിട്ടും ഇവരെ എവിടെ നിന്ന് വന്നു? ഇസ്രായേൽ ജനത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് പറയുന്നു. അവിടെ പറയുന്നുണ്ട്, യെശയ്യാ പ്രവാചകൻ എപ്പോഴും പറയും, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമുണ്ട്, ആ ദൈവം നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഇസ്രായേൽ ജനത്തിൻ്റെ പ്രവാസത്തിൻ്റെ കാലഘട്ടത്തിലൂടെ പോകുമ്പോഴും അവിടെ പാപത്തിൻ്റെ ഒരു പരിണിത ഫലമായ സഹനങ്ങളിലെ അവഗണന, ഒറ്റപ്പെടലിലൊക്കെ അനുഭവത്തിൽ പോകുമ്പോഴും ദൈവം ഒരു പ്രത്യാശ എപ്പോഴും കൊടുക്കും. ദൈവം നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല, ദൈവം കൈവിടുകയില്ല. സ്നേഹിക്കുന്ന ദൈവത്തെ പറയുകയാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തോട് ചേർന്ന് കിടക്കുന്ന പുസ്തകമാണ് ശരിക്കും വിലാപങ്ങളുടെ പുസ്തകം. അതിൽ 3-ാം അധ്യായത്തിൽ 15 മുതൽ 24 വരെയുള്ള വചനം ധ്യാനിക്കുമ്പോൾ ഇസ്രായേലിന്റെ പ്രവാസത്തിൻ്റെ കാലത്തും അവർ തേടുന്നത് ദൈവത്തെയാണ്. ദൈവത്തെ വിളിച്ച് കരയുകയാണ്. നഷ്ടപ്പെട്ടു പോയി, അവർക്കൊരു രക്ഷ കിട്ടുന്നില്ല. ആദ്യ മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിണിത ഫലമായി ആ ദൈവിക ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ഇടയിലേക്ക് സഹനങ്ങൾ, പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, സന്തോഷമില്ലായ്മ, എവിടെയൊക്കെയോ ഒരു കുറവ്. അപ്പോൾ അവർ ചിലപ്പോൾ ഓർത്തു പോയിട്ടുണ്ട്, ദൈവം ശിക്ഷിച്ച് തള്ളിക്കളഞ്ഞു എന്ന് പറയും. ഒരിക്കലും അപ്പോൾ അതെല്ലാം പറയില്ല. അപ്പോൾ പ്രവാചകൻ ഇല്ല, ഒരിക്കലും അങ്ങ് ചെയ്യില്ല, ദൈവ സ്നേഹം തന്നെയാണ്. വിലാപങ്ങളുടെ പുസ്തകം 3:15 മുതൽ അവിടുന്ന് എന്നെ കയ്പ് കൊണ്ട് നിറച്ചു, അവിടുന്ന് എന്നെ കാഞ്ഞിരം കൊണ്ട് മത്ത് പിടിപ്പിച്ചു, കല്ല് ചവച്ച് പല്ല് പൊടിയാനും ചാരം തിന്നാൻ എനിക്കിട വരുത്തി. എൻ്റെ ആത്മാവിന് സ്വസ്ഥതയില്ല, സന്തോഷമെന്നത് ഞാൻ മറന്നുപോയി. അതുകൊണ്ട് എൻ്റെ ശക്തിയും കർത്താവിലുള്ള പ്രത്യാശയും പോയിപ്പോയെന്ന് ഞാൻ വിലപിക്കുന്നു. എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു. എന്നാൽ ഞാനൊരു കാര്യം ഓർമ്മിക്കുന്നു, അതെനിക്ക് പ്രത്യാശ തരുന്നു. കർത്താവിന് സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. നമുക്കറിയാം, ഇസ്രായേൽ ജനം പഴയ നിയമത്തിൽ ദൈവം അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ വെളിപാടുകളിൽ നിന്നാണ് പെസഹായുടെ തിരുനാൾ. ഒരു കാളക്കുട്ടിയെ കൊന്ന് അതിൻ്റെ ചോരയെടുത്ത് കട്ടിളപ്പടിയുമേ തേച്ച് കഴിയുമ്പോൾ അവർക്കൊരു രക്ഷ വരുന്ന കാണാൻ പറ്റും. ഇസ്രായേൽ ജനത്തിൻ്റെ അടിമത്തം അവസാനിച്ചവരെല്ലാം സ്വതന്ത്രരായി തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് യാത്ര തിരിക്കുന്നത് കാണാൻ പറ്റും. അതിനർത്ഥം ഇസ്രായേൽ ജനത്തിൻ്റെ, അതായത് മനുഷ്യൻ്റെ, അത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യന് തിരിച്ച് വീണ്ടും ആ ദൈവത്തിലേക്ക് തിരിച്ചെല്ലണമെങ്കിൽ അതിനിടയിൽ ഒരു ബലിയർപ്പണം, പാപത്തിൻ്റെ പരിഹാര ബലിയർപ്പണം നടത്തപ്പെടണം. ലേവ്യരുടെ പുസ്തകത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിനിടയിൽ നിരവധി ബലികളെക്കുറിച്ച്, ബലികളുണ്ടായിരുന്നു. ധാന്യബലികൾ, സമാധാന ബലികൾ, കൃതജ്ഞതാ ബലികൾ, പ്രാശ്ചിത്യ ബലികൾ, പാപപരിഹാര ബലികൾ. ഈ പാപപരിഹാര ബലിക്കുള്ളൊരു കുഞ്ഞാട് വേണം, അതിനോട് കാത്തിരിക്കുന്നതാണ്. ഒരു കുഞ്ഞാടിനെ കിട്ടും. അത് കറയറ്റ കുഞ്ഞാട്, ഊനമറ്റൊരു കുഞ്ഞാട്. ആ കുഞ്ഞാടിനെ ബലിയർപ്പിച്ച് കഴിയുമ്പോൾ അവിടെ പാപം മാഞ്ഞു പോകുന്നവർ വിശ്വസിച്ചിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ ഉണ്ടാകുന്ന ഇസ്രായേൽ ജനത്തിനുണ്ടാകുന്ന ചില ഇങ്ങനെ സംഭവം ഉണ്ടാകുമ്പോൾ അതൊരു നമുക്കൊരു മൃഗത്തിൻ്റെ ചൊരവുണ്ട്. മൃഗത്തിനൊന്നും മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരം ചെയ്യാനാവില്ല. അത് താൽക്കാലികമായ ഒരു അടയാളം മാത്രമാണ്. നൂറ്റാണ്ടുകൾക്ക് ശേഷം കാൽവരി കുരിശിൽ യേശുക്രിസ്തുവിൻ്റെ ബലിയർപ്പണത്തിലൂടെ സംഭവിക്കാൻ പോകുന്ന വലിയൊരു രക്ഷ,
അത് ലോകം മുഴുവൻ രക്ഷപ്പെടുന്ന ഒരു സംഭവം, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സംഭവം. യോഹന്നാൻ 3:16 ശരിക്കും പറഞ്ഞ് നമ്മൾ ധ്യാനിക്കേണ്ടത്. അവന് വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ കണ്ടെത്തേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്നേഹം. ആ പഴയ നിയമത്തിൽ മുഴുവനും ഇസ്രായേലും അവിടെ സങ്കടങ്ങളുടെയും വേദനയുടെയും നാളുകളിൽ യാഹ്വേ എന്ന് വിളിക്കും, യഹോവേ എന്ന് വിളിച്ച് ദൈവമേ എന്ന് വിളിക്കും, കർത്താവേ എന്ന് വിളിക്കും. അപ്പോഴെല്ലാം ചില അടയാളങ്ങളിലൂടെയൊക്കെ അവർക്ക് രക്ഷപ്പെടുന്നുണ്ടെങ്കിലും അവർക്ക് സമ്പൂർണ്ണമായൊരു മോചനം കിട്ടുന്നില്ല ഒരിക്കലും. തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്ത് കയറിയെങ്കിലും അവിടെ പ്രശ്നങ്ങൾ തീരുന്നില്ല. അവർക്കറിയാം അതല്ല, വേറെ രക്ഷകൻ വരുമെന്നുള്ള പ്രതീക്ഷ, വലിയൊരു സ്വപ്നം, ആഗ്രഹം. ഇത് ഇസ്രായേലിന് മാത്രമല്ല, ലോകം മുഴുവനും തന്നെ ഒരു രക്ഷകനെ തേടി, അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ കർത്താവ്, സൃഷ്ടാവ്. നമുക്കറിയാം ഒരു കുട്ടി, ആ കുഞ്ഞിന് ഏതോ സാഹചര്യത്തിൽ വെച്ച് ശത്രുക്കൾ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകാൻ വെച്ചു, കുഞ്ഞിനെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു. അപ്പം അങ്ങനെ കുട്ടി വേറൊരു സ്ഥലത്തായി കഴിയുമ്പോൾ ആ കുട്ടിയുടെ എപ്പോഴൊരു ശ്രദ്ധയൊന്നുണ്ട്, എൻ്റെ അമ്മ, എൻ്റെ അപ്പൻ അവർ കാണണം, എന്നാൽ എൻ്റെ പ്രശ്നം തീരുള്ളൂ. കാത്തിരിക്കുക, വിഷമിച്ചിരിക്കുക, സങ്കടപ്പെട്ടിരിക്കുക, ദുഃഖിച്ചിരിക്കുക. അവനറിയാം അവൻ്റെ അപ്പം വന്നാൽ, അവൻ്റെ അമ്മ വന്നാൽ അവൻ്റെ പ്രശ്നം തീരും. ഒരു കാര്യം നോക്കും. ഇതുപോലെയാണ് മനുഷ്യവംശം മുഴുവനും അന്വേഷിച്ചത്, തേടിയത് മുഴുവനും ഒരു രക്ഷകനെയാണ്. അത് വെറും ഒരു രക്ഷകനല്ല, തങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരം ചെയ്ത് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് പിതാവായ ദൈവത്തിൻ്റെ പക്കലെത്തിക്കുന്ന ഒരു രക്ഷകൻ, ഒരു കർത്താവ്. അതാണ് ഈ ക്രിസ്മസ് ദിനത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിക്കുന്നു. ഈ ഈശോയെ നോക്കിയാണ് സ്നാപകയോഹന്നാൻ വിളിച്ചു പറയുന്നത്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. മാലാഖമാർ കീർത്തനം പാടുന്നുണ്ട്, സകല ലോകത്തിൽ സന്തോഷത്തിൻ്റെ സദ്വാർത്ത അറിയിക്കുന്നു. കാരണം ലോകം മുഴുവനും കാത്തിരിക്കുന്നതും വേറൊന്നുമല്ല, രക്ഷയാണ്. യഥാർത്ഥത്തിൽ അത് നഷ്ടപ്പെട്ടു പോയ അപ്പനോടുള്ള അത് സൃഷ്ടാവിനെ തിരിച്ചു കിട്ടണം. രണ്ട് കാര്യം നടക്കേണ്ടത്, തിരിച്ചു കിട്ടണം. ഒന്ന്, അവർ ചെയ്തു പോയ പാപങ്ങൾക്കൊരു പരിഹാര ബലി അർപ്പിക്കണം. അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല, മനുഷ്യവംശത്തിന് പറ്റില്ല. കാരണം മനുഷ്യൻ മുഴുവൻ പാപത്തില്ല, പിന്നെ എങ്ങനെ അവന് പരിഹാരം ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഒന്ന് പരിഹാരിച്ച. രണ്ട്, നഷ്ടപ്പെട്ടു പോയൊരു ആത്മാവിനെ, അല്ലെങ്കിൽ ദൈവിക ജീവൻ, ദൈവമായിട്ടുള്ള ആ പുത്രനായിട്ട് നിർത്തുന്ന ആ ഒരു ദൈവിക ജീവൻ കിട്ടണം. അതിൻ്റെ ഉള്ള തേടി നടക്കുമ്പോഴാണ് ദൈവം ചരിത്രത്തിൽ മനുഷ്യനായിട്ട് അവതരിക്കുന്ന സംഭവം ഉണ്ട്. അതാണ് ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഈശോയുടെ മനുഷ്യാവതാര സമയത്ത് സംഭവിക്കുന്നത്. ദൈവം മനുഷ്യനെ ഉപേക്ഷിച്ചിട്ടില്ല. അതിന് ഏറ്റവും വലിയ തെളിവാണത്. ദൈവം തൻ്റെ മക്കളെ ഒരിക്കലും ഉണ്ട്. ഈ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ശിശുവായി പിറക്കുകയാണ്, പുൽത്തൊട്ടിയിൽ പിറക്കുകയാണ്. ഏറ്റവും താഴ്ന്ന ദൈവം തേരുകളും താഴോട്ടിറങ്ങി വരാൻ തയ്യാറാണ്. കാരണം നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടി, സ്വർഗത്തോളം ഉയർത്താൻ വേണ്ടി, തൻ്റെ മക്കളെ വീണ്ടെടുക്കാൻ വേണ്ടി ദൈവം താഴോട്ടിറങ്ങി വരികയാണ്. അതാണ് ഈ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം. ഒരുപക്ഷെ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ മിറക്കിളായിട്ട് കണ്ടത് ഇത് ഇൻകാർണേഷനാണ്. ഇൻകാർണേഷൻ ഓഫ് ദ വേർഡ്. ദൈവവചനം മാംസം ധരിക്കുന്ന സംഭവം, ഇൻകാർണേഷൻ. ഈശോയുടെ മനുഷ്യാവതാരം, ഈശോ ദൈവപുത്രനായ ഫിലിപ്പി ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 5 മുതൽ വചനം വായിച്ചു വരുമ്പോൾ 5 മുതൽ 11 വരെയുള്ള വചനം വായിക്കും. ഇവിടെ കൊണ്ട് ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി അവൻ പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് ആകൃതിയിൽ മനുഷ്യനെ പോലായി. കുരിശ് മരണം വരെ അവൻ തന്നെ താഴ്ത്തി. അന്ന് ഈശോ പിതാവിൽ നിന്നെടുക്കുന്ന ഒരു ഒരു പദ്ധതി, മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് പദ്ധതി, ദൈവത്തിൻ്റെ കുഞ്ഞാടായി തീരുന്ന പദ്ധതി, അറക്കപ്പെടാനുള്ള കുഞ്ഞാടാകുന്ന ഒരു പദ്ധതി.
ആ സഹനം എടുക്കാനുള്ള പദ്ധതി, കുരിശെടുക്കാൻ, നമ്മളെ വീണ്ടെടുക്കാനുള്ള പദ്ധതി അത് ഈശോ നിറവേറ്റുന്നു വേണ്ടി ഇറങ്ങി വരികയാണ്. അതുകൊണ്ടാണ് ഈ ക്രിസ്മസ് ദിനം ശരിക്കും നമ്മൾ സന്തോഷവും ദുഃഖവും എല്ലാം ഒരുമിച്ച് കൂടുന്നൊരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു പ്രത്യേക വൈകാരികത നിറഞ്ഞ സമയം. കാരണം ഇവൻ ജനിച്ചത് നമ്മൾ വീണ്ടെടുക്കാൻ, എങ്ങനെയാണ്? കുരിശിൽ മരിക്കാൻ വേണ്ടി, പാപപരിഹാര ബലിയർപ്പിക്കാൻ വേണ്ടി, നമ്മൾ സ്വന്തമാക്കാം, അങ്ങനെ നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടിയാ. ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളെല്ലാവരും. ഈ ഭൂമി ജനിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യവർഗവും ദൈവത്തിൻ്റെ സ്വന്തം മക്കളാ. പാപം മൂലം നഷ്ടപ്പെട്ടു പോയ ആ മക്കളെ മുഴുവൻ നേടിയെടുക്കാനുള്ള സ്വർഗപിതാവിൻ്റെ അതിസുന്ദരമായ സ്നേഹത്തിൻ്റെ പദ്ധതി. അതുകൊണ്ട് ഈശോയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് സന്തോഷം വരണം, സ്നേഹം വരണം, നമുക്ക് വലിയ ആനന്ദം, അവൻ നൽകുന്ന രക്ഷയോർത്തുള്ളൊരു ആനന്ദം. പക്ഷെ ഇപ്പോൾ ഓർത്തോണം, ആ രക്ഷ എനിക്ക് നേടിത്തന്നതിൻ്റെ പിന്നിലൊരു സഹനപീഡാനുഭവത്തിൻ്റെ ചരിത്രമുണ്ട്. അത് തുടങ്ങുന്നത് എവിടെയാ? കൽവരി കുരിശിൽ മാത്രമല്ല, ഈ മനുഷ്യാവതാരം മുതൽ അവൻ സഹനം എടുക്കുന്നുണ്ട്, കാലിത്തൊഴുത്തിൽ പിറക്കുന്നു. അവിടെയാണ് ഈ പരിശുദ്ധ അമ്മയ്ക്കൊക്കെ മഹത്വം. ഈ ദൈവവചനത്തെ ഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ദൈവം കാരണമാക്കിയ അമ്മയാണ് പരിശുദ്ധ അമ്മ. സഭാപിതാക്കന്മാരൊക്കെ പറയുന്നത് പോലെ തൻ്റെ പ്രിയപുത്രൻ്റെ ഏറ്റവും അനുയോജ്യമായ ഇരിപ്പിടമായിരിക്കാൻ വേണ്ടി അനാദിയിലെ ദൈവം അവളെ തിരഞ്ഞെടുത്തു. അങ്ങനെ അവളിലൂടെ, അവൾ പരിശുദ്ധ അമ്മയിലൂടെ ആ വചനം മാംസം ധരിച്ച് ഭൂമിയിലേക്ക് വരുന്നു. അതൊരു വലിയ രക്ഷാകര സംഭവം. യേശുപിതാവും പരിശുദ്ധ അമ്മയും ആ പുൽക്കുട്ടിൽ ആയിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ ആനന്ദം. അവർ രണ്ടുപേരും ആ ദൈവ രക്ഷാകരപത്തിൽ സഹകരിക്കുമ്പോൾ തന്നെ സഹനമുണ്ട്. അവർ ആ ബലിയർപ്പണത്തിൽ പങ്കുചേരുന്നുണ്ട്. അതാണ് ഈശോയുടെ പാപപരിഹാര ബലിയർപ്പണത്തിൽ പങ്കുചേരുന്നവരും സഹനത്തിൻ്റെ മക്കളാണ്. ശരിക്കും അന്ന് മുതൽ ഒരുപാട് സഹനം എടുക്കുന്നുണ്ട്. പക്ഷെ അവർക്കറിയാം ഇത് വലിയ സംഭവമാണ്, ഇത് വലിയ ആനന്ദമാണ്. ഇത് കഴിയുമ്പോൾ ഈ ശിശു വളർന്ന് പാപപരിഹാര ബലിക്കുള്ള കുഞ്ഞാടായി തീർന്ന് ബലിയർപ്പിച്ച് കഴിയുമ്പോൾ, പഴയ നിയമത്തിൽ ആ പെസഹ കുഞ്ഞാടിനെ അവർ കൊന്നു കഴിയും, അത് ചെയ്ത് കഴിയും. പാപപരിഹാര ബലിക്കായിട്ട് പെസഹ കുഞ്ഞാടിനെ ബലിയർപ്പിച്ച് കഴിയുമ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ മേൽ വന്ന് പെയ്തിറങ്ങുന്നൊരു അനുഗ്രഹം അവർക്കറിയാം. അപ്പം അതുപോലെ ഈശോ മിശിഹാ കാൽവരി കുരിശിൽ മനുഷ്യൻ്റെ മുഴുവൻ പാപത്തിന് പരിഹാര ബലി അർപ്പിച്ച് കഴിയുമ്പോൾ വലിയൊരു രക്ഷ ഈ ലോകത്തിലുണ്ടാകും. നമുക്കറിയാം, ഈശോ കുരിശിൽ മരിച്ചു കഴിയുമ്പോൾ അവിടെ കിട്ടുന്ന വലിയൊരു ആനന്ദം എന്താ? അപ്പം തന്നെ ഞങ്ങളുടെ ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, പ്രേതാലയം തുറക്കപ്പെട്ടു, മനുഷ്യ ഉയർത്തെഴുന്നേറ്റു, പുതുജീവൻ പ്രാപിച്ചു. ലോകത്ത് വലിയൊരു ഉയർത്തെഴുന്നേറ്റ് മനുഷ്യവംശത്തിന് മുഴുവൻ നഷ്ടപ്പെട്ട സ്വർഗം, അവർക്ക് നഷ്ടപ്പെട്ട സ്വർഗം പിതാവായത് തിരികെ ലഭിക്കുക. എനിക്ക് നിങ്ങൾക്കും നമ്മുടെ സ്വർഗപിതാവിൻ്റെ, നമ്മുടെ ആദികാരണമായ നമ്മുടെ സൃഷ്ടാവായ കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകാനുള്ള വഴി തുറന്നു തന്നത് കർത്താവാണ്. അവൻ്റെ തിരുഹൃദയമാകുന്ന വാതിലിലൂടെ, അവൻ്റെ തിരുമുറിവാകുന്ന വാതിലിലൂടെ പ്രവേശിച്ച് പിതാവായ ദൈവത്തെ നമ്മൾ മുഖാഭിമുഖം കണ്ടുമുട്ടുന്നു. ഒന്നും തിരുസഭ ഭൂമിയിൽ ആചരിക്കുന്ന തിരുനാളുകളിലെ ഏറ്റവും മഹത്തായ തിരുനാളാണ് ഈ നമ്മുടെ കർത്താവിൻ്റെ തിരുപ്പിറവിയുടെ തിരുനാൾ. ഈ തിരുനാൾ നമുക്ക് ആചരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എല്ലാ വിചാരങ്ങളും ഉണ്ടായിരിക്കട്ടെ. അവിടെ നമുക്ക് 3 രാജാക്കന്മാരും അല്ലെങ്കിൽ ആട്ടിടയന്മാരും മറ്റുള്ളവരൊക്കെ ചെന്നിട്ട് ഈശോയെ, ആ ഉണ്ണിമിശിഹായെ കുമ്പിട്ട് ആരാധിക്കുമ്പോൾ അവർ ആ കർത്താവിന് വണങ്ങുമ്പോൾ, നീയാണ് ഞങ്ങളെ രക്ഷിക്കുന്നവൻ, നീയാണ് ഞങ്ങളെ വീണ്ടെടുക്കുന്നവൻ, നീയാണ് ഞങ്ങൾക്ക് രാജ്യം തരുന്നവൻ, ഞങ്ങൾക്കെല്ലാം തരുന്നത് നീയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് നീയാണ് ഏറ്റവും വലിയ രാജാവ്, നിന്നെക്കാളും വലിയ രാജാവില്ല. കാരണം നഷ്ടപ്പെട്ട രാജ്യം, സ്വർഗരാജ്യം, നിത്യജീവൻ തിരികെ തന്നത് നീയാണ്. അപ്പോൾ അത് ഈശോ ആരാധിക്കുകയാണ്. നമുക്കും അവരോടൊപ്പം ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഈ നല്ല ദിനത്തിൽ എല്ലാവിധ മംഗളാശംസകളും നടന്നുകൊള്ളുന്നു. നമ്മുടെ കർത്താവിൻ്റെ തിരുപ്പിറവിയുടെ അനുഗ്രഹങ്ങൾ തിരുസഭ മുഴുവൻ്റെ മേലും ധാരാളമായിട്ട് വർഷിക്കപ്പെടട്ടെ. പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും സജീവം നയിക്കുമ്പോഴെല്ലാം ആ കർത്താവിൻ്റെ കുറിച്ചുള്ള ഓർമ്മ അതിൻ്റെ മാക്സിമത്തിൽ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും
പ്രാർത്ഥിക്കാൻ നമുക്കിടയാകട്ടെ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ബന്ധനാടിയുടെ നാമത്തിൽ അവൻ്റെ രക്തം, യേശു രക്തം എല്ലാ മക്കളും തിളക്കപ്പെട്ടു. അഭിഷേകം കൊണ്ടുവന്നു, സ്വർഗീയ അഭിഷേകങ്ങൾ. യോർദാൻ നദിയിൽ മാടപ്രാവിൻ രൂപത്തിൽ വന്ന് യേശുവിനെ മരുഭൂമിയിൽ നയിച്ചൊരു പരിശുദ്ധാത്മാവേ, യോർദാൻ നദിയിൽ മാടപ്രാവിൻ രൂപത്തിൽ വന്ന് യേശുവിനെ മരുഭൂമിയിൽ നയിച്ചൊരു പരിശുദ്ധാത്മാവേ, സാത്താൻ മുന്നിൽ പ്രലോഭനത്തിൽ തെല്ലും പതറാതെ അഭിഷേകത്തോടെ എന്നെ നയിക്കും പരിശുദ്ധാത്മാവേ, സാത്താൻ മുന്നിൽ പ്രലോഭനത്തിൽ തെല്ലും പതറാതെ അഭിഷേകത്തോടെ എന്നെ നയിക്കും പരിശുദ്ധാത്മാവേ, നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി, നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി, ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയ അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ, ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയ അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും പുതുജീവൻ പകരണമേ, ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയ അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ആരാധന 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 ഹല്ലേലൂയ ആരാധന ആരാധന ഓ മഹത്വം 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 ഈശോയ്ക്ക് മഹത്വം 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 ഹല്ലേലൂയ ആരാധന സ്തുതിക്കുന്നു 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 ഹല്ലേലൂയ ആരാധന ആരാധന പരിശുദ്ധമ ഒഴുകട്ടെ, എല്ലാ മക്കളുടെ മേലും ഒഴുകട്ടെ, എല്ലാ മക്കളിലും നിറയട്ടെ, എല്ലാവരും വിശുദ്ധീകരിക്കപ്പെട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, പാപപൈശാചിക പീഡകളെല്ലാം വിട്ടുപോട്ടെ, നിരാശ വിട്ടുപോട്ടെ, ദുഃഖം വിട്ടുപോട്ടെ, ഭയം വിട്ടുപോട്ടെ. ഈ സമയത്ത് യേശുക്രിസ്തു നാമത്തിലും രക്തങ്ങൾ അടിയട്ടെ. ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെ പരിശുദ്ധമെന്ന് പറഞ്ഞു. അപ്പൊ പിതാവെ ഓർത്ത് ദൈവത്തിന് ഞങ്ങൾ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ അപേക്ഷിക്കുന്നു, പരിശുദ്ധമെന്ന് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ 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 ആരാധന ഹല്ലേലൂയ ആരാധന ഈശോ ഈശോ നന്ദി ഈശോ സ്തുതിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ സഭയോട് ചേർന്ന് ആരാധിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി, നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി, ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയ അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ, ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയ അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ആരാധന 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 ഹല്ലേലൂയ ആരാധന ആരാധന ഹല്ലേലൂയ ആരാധന ആരാധന ജീസസ് we love you. Hallelujah. Hallelujah. Hallelujah.